friends, welcome back to Viniz world. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കടല കൊണ്ട് കട്ട്ലേറ്റ് ആണ്. ഈ കടല റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടലയാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുമല്ലോ അത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ കുതിർത്ത് വെച്ചേക്കണ ഈ കടലയുടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കണം. നല്ല പേസ്റ്റാക്കി ഒട്ടും തരിയില്ലാതെ എടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ട് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് കൂടി വേണം. അതിനായിട്ട് 3 ഉരുളൻകിഴങ്ങ് കഴുകിയിട്ട് കുക്കറിലിട്ട് ഒരു 4-5 വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം വലിയ ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തത്. ഇതുപോലൊന്ന് പൊടിക്കാൻ പറ്റിയ രീതിയിലായിരിക്കണം വേവിച്ചെടുത്തേക്കണത്. അത് ആറിക്കഴിഞ്ഞ് തൊലിയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ പൊടിച്ച് ചേർക്കണത് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും അളവ് ഏകദേശം തുല്യമാവണമാണ് നല്ലത്. ഇതിപ്പോൾ പൊട്ടറ്റോ ഇത്തിരി കൂടുതലാണ്, ഉരുളൻകിഴങ്ങ് ഇത്തിരി അളവ് കൂടുതലാണെന്ന് തോന്നണം. എന്നാലും കുഴപ്പമില്ല. പക്ഷേ കടലയുടെ അളവ് കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. ഈ ഉരുളൻകിഴങ്ങ് കൈ കൊണ്ട് തന്നെ പൊടിക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിക്കരുത്. അപ്പോൾ വെള്ളം പോലെ ആയിപ്പോവും, പിന്നെ പിടിക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് വേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിടാം, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവെള്ള മുളക് പൊടി തന്നെയാണ് ഇട്ടേക്കണത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ സവാളയൊക്കെ വാട്ടിയിട്ട് ഇടണ കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്താലും സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്, എളുപ്പവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് 2 തരത്തിലും കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയായിരുന്നു, പൊട്ടറ്റോ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതിനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ടായില്ല, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 8 കഷ്ണം വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ഇതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഏത് ഷേപ്പ് വേണേലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്യണത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം. 2 മുട്ട അതൊന്ന് പതപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് 5 സ്ലൈസ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടായ ഫ്രൈ പാനിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്താൽ റസ്ക് പൊടി പോലെ കിട്ടും കേട്ടോ. ഇനി ഷേപ്പ് ചെയ്ത് വെച്ചേക്കണ കട്ട്ലേറ്റ് എടുത്തിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചേക്കണ ബ്രെഡ് പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, കവർ ചെയ്ത് കൊടുക്കണം. ഇത് 2 കൈ കൊണ്ട് ചെയ്യാം കേട്ടോ. ഒരു കൈ കൊണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്യുകയും മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി പോവില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് അഡ്വാൻസായിട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. എല്ലാം ഒരേപോലെ ആയി വരുമല്ലോ. ഇപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗണാണ് നമുക്ക് വേണ്ടത്. അതുവരെ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എടുക്കാം. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കടല കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.